നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഈ ചോദ്യം ഇന്ന് നമ്മളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പ്രിയപ്പെട്ടവരെ, വിളക്കന്നൂർ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഈശോയെ അനുധാവനം ചെയ്യുമ്പോൾ, അവിടുന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ അനുഗമിച്ച ഒത്തിരി പേരുണ്ട്. പല ആളുകൾ പലവട്ടം പല ആഗ്രഹങ്ങളോടുകൂടി. ഒട്ടേറെ അനുഭവങ്ങൾ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27-ാം വാക്യം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. 2 അന്ധന്മാർ, സന്ദർഭം ഇങ്ങനെയാണ്. ബാലികയെ ഉയർപ്പിച്ച ശേഷം ഈശോ പോകുമ്പോൾ 2 അന്ധന്മാർ, യേശുവേ ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അനുഗമിച്ചു. ഈശോയെ അനുഗമിക്കുന്നതിന് അവർക്കൊരർത്ഥം ഉണ്ടായിരുന്നു, അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അവർക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 42-43 വചനങ്ങളിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അന്ധൻ കർത്താവ് ഈശോ മിശിഹായെ അനുഗമിക്കുന്നു, അവന് കാഴ്ച ലഭിക്കുന്നു. കാഴ്ച കിട്ടിയ ഉടനെ അവൻ ഈശോയെ അനുഗമിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15-17 വരെയുള്ള വാക്യങ്ങളിൽ മത്തായി സ്ലീഹായെ വിളിക്കുന്ന സന്ദർഭത്തിൽ വചനം ഇങ്ങനെയാണ് പറയുക. അനേകം ചുങ്കക്കാരും പാപികളും അവനോടുകൂടെ ഭക്ഷണത്തിരുന്നു. അവർ കർത്താവിനെ അനുഗമിച്ച്. എന്തുകൊണ്ടാ? ഈശോ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, നീതിമാന്മാരെ തേടിയല്ല. എന്താണ്? അവർക്കു വേണ്ടി ഈശോ സംസാരിച്ചു. അതിനാൽ അവർ ഈശോയെ അനുഗമിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യം, നിയമജ്ഞരും ഫരിസേയരും ക്രിസ്തുവിനെ അനുഗമിച്ചു. എന്തിനു വേണ്ടിയാണ്? വചനം പറയുകയാണ്, അവനിൽ തെറ്റു കണ്ടെത്തുവാനായി അവർ ഈശോയെ അനുഗമിച്ചു. ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ വിളക്കന്നൂർ ആലയത്തിൽ തിരുമുഖ ദർശനത്തിനായിട്ട് വരുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണെന്ന് സൂചിപ്പിക്കാനായിട്ടാണ്. എന്തുകൊണ്ടാണ്? അവനിൽ തെറ്റ് കണ്ടുപിടിക്കുവാൻ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വീണ്ടും പറയുകയാണ്, ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. എന്താ കാരണം? ഈശോ മിശിഹാ തിബേരിയസ് കടൽ തീരത്ത് ചെന്നപ്പോൾ ധാരാളം ആളുകൾ, അനേകായിരങ്ങൾ അവനെ അനുഗമിച്ചു. ഒട്ടേറെ അത്ഭുതങ്ങൾ നടക്കുന്നു, ഒട്ടേറെ രോഗശാന്തി നടക്കുന്നു. ഇതൊക്കെ കാണാൻ, കേൾക്കാൻ, കാഴ്ച കാണാൻ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. വീണ്ടും വചനം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, വിശുദ്ധ കുർബാനയുടെ അധ്യായം എന്ന് പറയുന്ന മനോഹരമായ അധ്യായത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശക്കുമ്പോൾ തിന്നാൻ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പം, ഈ തലേന്ന് വർദ്ധിപ്പിച്ച അപ്പം കണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്, എന്നെ അനുഗമിക്കുന്നത്? ജനക്കൂട്ടം അപ്പം അന്വേഷിച്ച് കർത്താവിനെ അനുഗമിക്കുന്നതും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 58-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ ദൂതന്മാർ പിടിച്ച് ഗത്സമനിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി പ്രധാനാചാര്യന്മാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വചനം പറയുകയാണ്, പത്രോസ് അകലങ്ങളിലായി അവനെ അനുഗമിച്ചു. എന്താണ്? തൻ്റെ തടിക്ക് കേടുവരാതെ സൗകര്യപൂർവമായിട്ടുള്ള ഒരു അനുധാവനം. പ്രിയപ്പെട്ടവരെ, അവസാനം മനോഹരമായൊരു ഉദാഹരണത്തിലൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ അവിടുത്തെ കുരിശിൻ ചുവട് വരെ അവനെ അനുഗമിച്ചു. ഇന്ന് ഈ വിളക്കന്നൂർ ആലയത്തിൽ തിരുമുഖ ദർശനത്തിനായിട്ട് വന്നിരിക്കുന്ന നമ്മൾ ഇതിലേത് കാറ്റഗറിയിൽ പെടും എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ? ഏതെങ്കിലും അത്ഭുതങ്ങൾ കാണാനാണോ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേഴ്സണൽ നന്മയ്ക്ക് വേണ്ടിയാണോ? കുറേ കാഴ്ച കാണാനാണോ? കുറേ പേര് വരുന്നുണ്ട്, എന്താ ഒന്ന് കണ്ടേക്കാം, വിളക്കന്നൂരല്ലേ, തൊട്ടടുത്തല്ലേ, ഒന്ന് പോയി കണ്ടേക്കാം, ഇങ്ങനെ കാഴ്ച കാണാനാണോ? എന്തെങ്കിലും വിശപ്പിന് മുട്ടുണ്ടാക്കാൻ വേണ്ടിയാണോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഉദാഹരണം, കുരിശിൻ ചുവടുവരെ അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, വിളക്കന്നൂർ ആലയത്തിൽ നാം ഇന്നായിരിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ തിരുനാളിനോടനുബന്ധിച്ച് ചോദിക്കുന്നത് നല്ലതല്ലേ? എന്തിനാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത്? തിരുനാളുകൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം. വിളക്കന്നൂർ ക്രിസ്തുരാജൻ്റെ നാമത്തിലുള്ള ദേവാലയമല്ലേ? നമ്മുടെ പല ഇടവകളും പല വിശുദ്ധരുടെയും നാമധേയത്തിലുള്ളതല്ലേ? ഒരു വർഷക്കാലം ആ വിശുദ്ധാത്മാവിൻ്റെ മാധ്യസ്ഥത്തിൽ നമുക്ക് ലഭിച്ച നന്മകളെ ഓർക്കാൻ
നമ്മളെ പരിപാലിച്ചതിന്, അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചതിന്, രോഗങ്ങളിൽ നിന്ന് കാത്തു പരിപാലിച്ചതിന് നന്ദി പറയാൻ, ഒരിക്കൽ കൂടി നമ്മുടെ വിശ്വാസം ക്രിസ്തുവിലാണെന്ന് ഏറ്റുപറയാൻ, ഉച്ചസ്ഥരം പ്രഘോഷിക്കാൻ ആ തിരുനാളും പ്രദക്ഷിണവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുക. അതിൻ്റെ കോറ് നഷ്ടപ്പെട്ട് കേവലം ആഘോഷങ്ങൾ മാത്രമാകുമ്പോൾ അത് വെറുതെയായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുനാളിന് നമ്മളിവിടെ വന്നണയുമ്പോൾ അതിൻ്റെ അന്തസത്ത, എന്തിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. കർത്താവ് ഈശോ മിശിഹായുടെ ഒന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്: നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഈ ആലയത്തിൽ വന്ന് നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഈശോയുടെ മറ്റൊരു ചോദ്യം മനോഹരമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ പ്രശസ്തമായ ചോദ്യം: ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? തിരുമുഖ ദർശനത്തിലേക്ക് കൺതുറന്ന് നമ്മൾ നോക്കുമ്പോൾ ഈശോ ചോദിക്കുകയാണ്, എടാ ഞാൻ ആരാ നിനക്ക്? പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാൻ ആരാ നിനക്ക്? അതൊരു പേഴ്സണലൈസ്ഡ് ആൻസറാണ് അവിടെ വേണ്ടത്, ഉത്തരമാണ്. വ്യക്തിപരമായ ബോധ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഉത്തരം നമുക്കവിടെ കൊടുക്കാൻ പറ്റണം. ഇവിടെ വരുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ നിന്ന് മുട്ടിന്മേൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പറയാൻ സാധിക്കണം, എൻ്റെ രക്ഷകനാണ് അവിടുന്ന്. പൂർണ്ണ ബോധ്യത്തോടെ ഏറ്റുപറയാനായിട്ട് സാധിക്കണം. ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 38-ാം വാക്യം, മനോഹരമായൊരു ചോദ്യം, പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതാണ്: ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? തിരുമുഖ ദർശനത്തിന് മുൻപിൽ വന്ന് മുട്ടു നിൽക്കുമ്പോൾ ഈശോ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്: എടാ, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? എന്താണ് ആ പാനപാത്രം? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന കുരിശുകളാണ്. അതെടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു കാര്യവും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പാനപാത്രങ്ങൾ അത് കുടിക്കാൻ നമുക്ക് സാധിക്കണം. തിരുനാളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ചോദ്യം നാം ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പാനപാത്രം എന്താണ്? നമ്മുടെയൊക്കെ ജീവിതം, ക്രൈസ്തവ ജീവിതം അത്ര എളുപ്പമല്ല. കുടുംബ ജീവിതം ഒട്ടും എളുപ്പമല്ല, തീർത്തും ബുദ്ധിമുട്ടാണ്. എത്രയോ സഹനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്തെല്ലാം ആധുനിക കാലഘട്ടത്തിൽ ഒട്ടും എളുപ്പമല്ല. മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, സഹോദര ബന്ധങ്ങൾ, നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ ഒന്നും എളുപ്പമല്ല. ഈശോ ചോദിക്കുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിനക്ക് സാധിക്കുമോ? ചാൾസ് ശോഭരാജ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പഴയ തലമുറയിലെ ആളുകൾക്കൊക്കെ അറിയാം ചാൾസ് ശോഭരാജ്. ഇന്റർനാഷണൽ ക്രിമിനലാണ് അദ്ദേഹം, ചാൾസ് ശോഭരാജ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇത്രമാത്രം കഴിവുള്ള, ഇത്രമാത്രം എക്സംപ്ലറി ആയിട്ടുള്ള വലിയ കഴിവുകളുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസുകളൊക്കെ സ്വയമാണ് വാദിക്കുന്നത്, വക്കീലിനെ ഒന്നും വെച്ചല്ല. കൃത്യമായിട്ട് നിയമം അറിയാം, കോടതി വ്യവഹാരങ്ങൾ അറിയാം, 5-6 ഭാഷകൾ മനോഹരമായി സംസാരിക്കും. ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ്. എവിടെയാണ് സംഭവിച്ചത്? ഇതൊക്കെ ഉപയോഗിച്ച വഴികൾ മാറിപ്പോയി. നല്ല രീതിയിലൊക്കെ പോയിരുന്നെങ്കിൽ ആ മനുഷ്യനൊക്കെ എവിടെ എത്തേണ്ടതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചൊരു മനുഷ്യൻ പഠിച്ചപ്പോൾ എവിടെയാണ് പിഴവുകൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി. അതിങ്ങനെയാണ് അവർ പറയുക: ചാൾസ് ശോഭരാജിൻ്റെ അപ്പൻ കുടുംബത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത മനുഷ്യനായിരുന്നു. വെള്ളവടിയുടെ ആശാനാണ് അദ്ദേഹം. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ. അടിക്കുക, കിടന്നുറങ്ങുക, അടിക്കുക, കിടന്നുറങ്ങുക, ഒരു ഉത്തരവാദിത്വവുമില്ല. അമ്മ ചെറുപ്പത്തിൽ തന്നെ ഇതിനെ ഇട്ടേച്ച് പോയി, കൊച്ചിനെ ഇട്ടേച്ച് പോയി. രണ്ടാനമ്മയാണ് കൊച്ചിനെ നോക്കുന്നത്. അതിനും വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളിക്കാരി സൊസൈറ്റി ലൈഫ്, ക്ലബ്ബ്, പാർട്ടി പരിപാടികൾ. ഒരായയെ ഏൽപ്പിച്ച ആയയാണ് ചാൾസിനെ വളർത്തുക. ചാൾസിനെ വളർത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആയമാരുടെ വളർച്ചയൊക്കെ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ കാണുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവർ. എങ്ങനെയാണ്? കരയുന്ന കൊച്ചിൻ്റെ മുകളിൽ ഒരു കൊട്ട കമത്തി വെച്ച് അതിൻ്റെ മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും എടുത്തങ്ങ് വെക്കും. കൊച്ചതിനകത്ത് കിടന്ന് കരഞ്ഞ് 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 തളർന്ന് കിടന്നുറങ്ങും. ഇതാണ് ആ മനുഷ്യൻ്റെ ബാല്യം. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നിന്ന് തന്നെ തെറ്റിപ്പോയി. എന്നിട്ടോ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ നെഗറ്റീവ് രീതിയിലേക്ക് അദ്ദേഹം മാറിപ്പോവുകയും കൊടും കുറ്റവാളിയായി മാറുകയുമായിരുന്നു. അത് പഠിച്ച ആൾ പറയുകയാണ്, കുടുംബത്തിൽ നിന്ന് തന്നെ പിഴച്ചുപോയി, തലതിരിഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ,
തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നു, ഞാൻ തന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നമ്മുടെ കൈകളിലേക്ക് തന്ന പാനപാത്രമാണത്. അത് സന്തോഷത്തോടെ അത് വാങ്ങി കുടിക്കാൻ നമുക്ക് പറ്റണം. ജീവിതത്തിലെ പ്രതിസന്ധികൾ, നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, അത് 100% വിശ്വസ്തയോടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രശസ്ത പ്രഘോഷകരായിട്ടുള്ള ജിജിയും മാരിയോയും തമ്മിലുള്ള പ്രശ്നം ഇന്നിങ്ങനെ കത്തി നിൽക്കുകയാണ്. എന്തായാലും കുടുംബങ്ങൾക്ക് അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നവരാണ്. അവർക്കും വഴിതെറ്റിപ്പോകാം, അവർക്കും പ്രശ്നങ്ങളുണ്ടാകാം, ഇവിടെ നിൽക്കുന്ന എനിക്കും ബുദ്ധിമുട്ടുകളുണ്ടാകാം, മെത്രാനച്ചനോ മാർപ്പാപ്പയ്ക്കൊക്കെ വിഷമങ്ങളുണ്ടാകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നാമൊക്കെ മനുഷ്യനാണെന്നും ബലഹീനരാണെന്നുമുള്ള ചിന്ത നമ്മൾ പോസിറ്റീവായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അവരുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കി ഇന്ന പ്രശ്നങ്ങളായിരുന്നു എന്ന് ഇങ്ങനെ ചെറ്റ പൊളിച്ചു നോക്കുന്ന രീതിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കാനും നമ്മളെ ഒന്ന് വിലയിരുത്താനും പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകാനും നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് തന്ന പാനപാത്രം ഏറ്റെടുക്കാനായി നമുക്ക് സാധിക്കുമോ എന്ന്. ഈശോയുടെ മറ്റൊരു മനോഹരമായ ചോദ്യമാണ് യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തിരുമുഖ ദർശനത്തിനായിട്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ നമ്മളോട് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, പ്രിയപ്പെട്ട മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് കേവലം 2-3 വാക്കുകളുള്ള ചെറിയ ചോദ്യമായിട്ട് കരുതരുത്. ഒത്തിരി അർത്ഥമുള്ളൊരു ചോദ്യമാണ്. അവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ്ലീഹ ഇങ്ങനെ കാണുകയാണ്, കർത്താവിത വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നു വരുന്നു. പത്രോസിന് ആഗ്രഹം, എനിക്കും നടക്കണം. ഈശോയോട് പറഞ്ഞു, കർത്താവേ, നീ കർത്താവാണെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് നിന്റെ അടുത്തേക്ക് വരട്ടെയോ? പോരാൻ പറഞ്ഞു. പത്രോസ് ഈശോയെ നോക്കി വെള്ളത്തിലേക്ക് കാല് വെച്ചു. 1, 2, 3, 4 കർത്താവിനെ നോക്കി അവൻ നടന്നു. കുഴപ്പമില്ല. പെട്ടെന്നതാ തിരമാലയിലേക്ക് അവൻ്റെ ശ്രദ്ധ പതറുന്നു, കാലാവസ്ഥയിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ പതറുന്നു. കർത്താവിൻ്റെ മുഖത്തുറപ്പിച്ചിരുന്ന ദൃഷ്ടി അവൻ താഴേക്ക് താഴ്ത്തി, അവൻ വെള്ളത്തിലേക്ക് താന്നുപോയി. തിരുമുഖ ദർശനത്തിന് അണയുമ്പോൾ ഓർക്കണം, കേവലം ഇവിടെ നിന്ന് മാത്രം നമ്മൾ കണ്ണുകൾ ഉയർത്തി തിരുമുഖത്തെ ദർശിച്ചാൽ പോരാ. നമ്മുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ, സങ്കടങ്ങളിൽ, വേദനകളിലൊക്കെ എൻ്റെ കണ്ണുകൾ തിരുമുഖത്തെ ദർശിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ താണുപോകും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ തിരുമുഖത്തെ നോക്കിക്കൊണ്ട്, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഉറച്ച കാൽവെപ്പുകളോടുകൂടി മുൻപോട്ട് പോകാനായി നമുക്ക് സാധിക്കണം. ഈശോ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവസാനം ഒരു ചോദ്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുള്ള മനോഹരമായ ഒരു ചോദ്യം, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? എത്ര അപ്പമുണ്ട്? സാഹചര്യം ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, ആ അപ്പം വർദ്ധിപ്പിക്കുന്ന മനോഹരമായ അത്ഭുതത്തിന് മുന്നോടിയായി ഈശോ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ഈ ചോദ്യം വളരെ പോസിറ്റീവാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എത്ര കുറവായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ 2, 3, 4 അപ്പമുള്ള കുഴപ്പമില്ല, കർത്താവിന് സമർപ്പിക്ക്, അവനത് പൊലിപ്പിച്ചോളും. പാനപാത്രം കുടിക്കാൻ, കുടുംബജീവിതത്തിലെ സങ്കടങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ എനിക്ക് കഴിവില്ലെന്നാണോ, എനിക്ക് പറ്റുന്നില്ലെന്നാണോ, ഞാൻ പരാജയപ്പെട്ടെന്നാണോ? നിരാശരാകണ്ട. കയ്യിലുള്ള അപ്പം അതെത്രയും ചെറുതാകട്ടെ വലുതാകട്ടെ, കർത്താവിന് സമർപ്പിക്ക്, അവനത് പൊലിപ്പിച്ചോളും. ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. തിരുമുഖ ദർശനത്തിലേക്ക് ഇന്ന് നമ്മൾ അണയുമ്പോൾ കർത്താവ് ഈശോ മിശിഹാ ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നീ എന്തന്വേഷിക്കുന്നു? ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ കുടിക്കാൻ നിനക്ക് സാധിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഇവിടെ നിന്ന് മുട്ടുകുത്തി നിന്ന് ഉത്തരം പറഞ്ഞിട്ടേ എഴുന്നേറ്റ് പോകാവുള്ളൂ എന്ന് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുകയാ. ഇനി പറ്റുന്നില്ലേ, വീട്ടിൽ ചെന്ന് ധ്യാനിച്ച് ഉത്തരം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഈ തിരുനാൾ കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർപ്പിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.